നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18 ജനുവരി 2024 ഇന്ന്. സെൻട്രൽ ഏഷ്യൻ കൺട്രീസും പിന്നെ അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ഏരിയ ആയ റെഡ് സീയും ഒക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയമാണ്. നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് എഡിറ്റോറിയലിലെ ന്യൂസ് നമുക്ക് അനലൈസ് ചെയ്യാം. റീജിയണൽ ടർമോയിൽ എന്ന് പറഞ്ഞ എഡിറ്റോറിയലിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വെസ്റ്റ് ഏഷ്യ നീഡ്സ് എ സെക്യൂരിറ്റി ഇക്വിലിബ്രിയം വിത്ത് ദ പാലസ്തീനിയൻ ഇഷ്യൂ അറ്റ് ദ സെന്റർ. അത് വെസ്റ്റ് ഏഷ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. വൈ ഡിഡ് ഇറാൻ ക്യാരി ഔട്ട് സ്ട്രൈക്സ് ഇൻ ഇറാഖ്, സിറിയ ആൻഡ് പാകിസ്ഥാൻ? അതും ഒരു വെസ്റ്റ് ഏഷ്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് ഇറാൻ എയർ സ്ട്രൈക്സും അതുപോലെ യുദ്ധങ്ങളും ഒക്കെ ഇറാഖും സിറിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് നടത്തുന്നത്? അതിന്റെ ഒരു വിലയിരുത്തലാണ്. മൂന്നാമതായിട്ട് IR തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇന്ത്യ ഡിഫെൻസ് ഇറാൻ സൈറ്റ്സ് ഇറ്റ്സ് പൊസിഷൻ അഗെയിൻസ്റ്റ് ടെററിസം. IR വളരെയധികം ഇന്റർനാഷണൽ റിലേഷൻസ് GS2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമുക്കറിയാം. അതിലെ ഇന്ത്യ ഇറാൻ റിലേഷൻസ്, ഇന്ത്യ US റിലേഷൻസ്, ഇത് തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ഈ ആർട്ടിക്കിളിൽ നിന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ നമുക്ക് ഒരുമിച്ച് ഈ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ ഈ പാർട്ടായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് ഇതൊരു മാപ്പാണ്. ഇത് നമുക്ക് പ്രിലിംസിലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ വേൾഡ് ജോഗ്രഫിയുടെ ആ കോണ്ടെക്സ്റ്റിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പ്രിലിംസിൽ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഈ കൺട്രീസിന്റെ ഒക്കെ ബോർഡറിങ് ഏത് ഏരിയാസ് ആയിരിക്കും? മെയിൻ ആയിട്ടുള്ള സീ ഒക്കെ നമുക്കറിയാം. ഇവിടെ ഇതാ റെഡ് സീ ഉണ്ട്, പിന്നെ അതുപോലെ ഇവിടെ മെഡിറ്ററേനിയൻ ഉണ്ട്, ഇവിടെ പേർഷ്യൻ ഗൾഫ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളതാണ് ഈ റെഡ് സീ എന്നൊക്കെ പറയുന്നത്. കാരണം അധികം ഏറ്റവും കൂടുതൽ ട്രേഡ് ലോകത്ത് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ റെഡ് സീ. അതുപോലെ ഈ ഭാഗമായ സൂയിസ് കനാൽ നമുക്കറിയുന്നതാണ്. അതുവഴി മെഡിറ്ററേനിയൻ സീയിലേക്ക് കടക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ന്യൂസിൽ നമ്മൾ വിലയിരുത്തിയ സമയത്ത് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ജോഗ്രഫി പഠിക്കേണ്ടത്. ഓരോ ദിവസവും ഇതുപോലെ പല പല രാജ്യങ്ങൾ വരും. അപ്പം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈജിപ്റ്റ് വഴി നമുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കയുടെ സൈഡ് വഴി, ഈ റെഡ് സീ വഴി നമുക്ക് എങ്ങനെ യൂറോപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ തന്നെ ഒരു യാത്ര പോകുന്ന പോലെ പോവുക, അതിന്റെ സൈഡിലെ ടെറൈൻസ് ഒക്കെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. ആ രീതിക്ക് നമുക്ക് മാപ്പ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഇത് ഇവിടെ ബ്ലാക്ക് സീ ഉണ്ട്, ഇവിടെ കാസ്പിയൻ ഉണ്ട്. നമ്മൾ ഇന്നിപ്പോ ഈ മാപ്പ് ഇവിടെ ഇട്ടേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇറാഖും ഇറാനും ഒക്കെ തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയാണ് ഇന്നത്തെ ന്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സിറിയ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇസ്രായേൽ, ഇതിന്റെയൊക്കെ ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ്? നമുക്കറിയാം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഈ ജോർദാൻ ജോർദാൻ നദിയെ പറ്റി നമുക്കറിയാം. അപ്പം അതുപോലെ ഡെഡ് സീ ഇവിടെയുണ്ട്. ഡെഡ് സീയുടെ വെസ്റ്റിലെ ബാങ്കാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആ രീതിക്കൊക്കെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ഇവിടെ സൂയിസ് കനാൽ വരും. നമുക്ക് ഇടയ്ക്ക് ഷിപ്മെന്റിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സൂയിസ് കനാലിനെ പറ്റി പഠിച്ചതാണ്. ഞാനിത് ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ടഡ് ആയതല്ല. നിങ്ങൾ ഹൗ ടു അനലൈസ് ഒരു മാപ്പ് തരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ജോഗ്രഫിക്ക് ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലേക്ക് പോകാം. ഇന്ന് ഇതിൽ കുറച്ച് സിറ്റീസ് പരാമർശിക്കുന്നുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതാണ് എർബിൽ. നമ്മൾ ഇപ്പം കാണും എർബിൽ, കുർദിസ്ഥാൻ, ഇതൊക്കെ ഏത് ഭാഗത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇറാഖിലെ ബാഗ്ദാദ്, ഇറാഖിലാണ് നമ്മുടെ എർബിൽ, കുർദിസ്ഥാൻ. ഈ മാപ്പിന്റെ ഈ ബൗണ്ടറി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ ബാഗ്ദാദ്. പിന്നെ പണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഗോളാൻ ഹെയ്റ്റ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിറിയ നമുക്കറിയാം. പിന്നെ അതുപോലെ ഇത് യൂഫ്രട്ടീസ് നദികളൊക്കെ ഇതിലൂടെ പോവുകയാണ്. അപ്പം ഇതിന്റെ വെസ്റ്റ് സൈഡിൽ ഏത് ഭാഗമാണ് വരുന്നത്? എന്ത് ടെറൈൻ ആണ് ഇവിടെ കാണുന്നത്? ആ രീതിക്ക് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് വരാൻ സാധിക്കും. ആ ജോഗ്രഫി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ജോഗ്രഫി നമുക്ക് അനലൈസ് ചെയ്യാം ആദ്യമായിട്ട്. ഈ ഈ പറയുന്ന ഇറാഖ് എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റേൺ അറബ് വേൾഡ്. നമുക്കറിയാം ഈസ്റ്റേൺ അറബ് വേൾഡ്, അറബ് വേൾഡിന്റെ ഈസ്റ്റേൺ സൈഡിലാണ് ഈ ഇറാഖ് എന്നൊക്കെ പറയുന്ന ഏരിയ സ്ഥിതി ചെയ്യുന്നത്. ഇറാഖ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് ടർക്കി ടു ദ നോർത്ത്. നോർത്തിൽ ആരാണുള്ളത്? ടർക്കി ആണുള്ളത്. നമുക്ക് ആ മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം ആരാണുള്ളത്. ഇറാഖിന്റെ നോർത്തിൽ ടർക്കി ആണുള്ളത്. പിന്നെ അതുപോലെ ഇറാൻ ടു ദ ഈസ്റ്റ്, ഈസ്റ്റിൽ ആരാളുള്ള? ഇറാൻ ആണുള്ളത്. സിറിയ ആൻഡ് ജോർദാൻ ടു ദ വെസ്റ്റ്. നമ്മുടെ ഇറാഖിന്റെ വെസ്റ്റിൽ ആരാണുള്ളത്? സിറിയയും ജോർദാനുമാണ്. ഇറാഖിന്റെ വെസ്റ്റിൽ സിറിയയുണ്ട്, ഇവിടെ സിറിയയുണ്ട്, ഇവിടെ ജോർദാനുണ്ട്. ഈസ്റ്റിൽ ആരാണുള്ളത്? ഇറാൻ ഉണ്ട്. സോ നമ്മൾ ആ രീതിക്ക് ഇതിനെ മനസ്സിലാക്കണം. സൗദി അറേബ്യ ആൻഡ് കുവൈറ്റ് ടു ദ സൗത്ത്. സദേൺ ഏരിയയിലാണ് സൗദി അറേബ്യയും കുവൈറ്റും വരുന്നത്.
പിന്നെ അതുപോലെ 58 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട് പേർഷ്യൻ ഗൾഫുമായിട്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻസ് Iraq's diverse topography encompasses alluvial plains in the central and southeast upland areas between the Tigris and Euphrates rivers. ഇതിന്റെ ഒരു ടോപ്പോഗ്രഫി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കൂടുതലായിട്ടും കാണുന്നത് എന്താണ്? റിച്ച് ആയിട്ടുള്ള അലുവിയൽ പ്ലെയിൻസ് ആണ്. എന്തുകൊണ്ടായിരിക്കും? അവിടെ ഏതൊക്കെ നദികൾ അവിടെ ഉണ്ട്? ടൈഗ്രിസ് ഉണ്ട്, യൂഫ്രട്ടീസ് ഉണ്ട്. അപ്പൊ അതിന്റെ തീരമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അവിടെ? അലുവിയൽ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അലുവിയൽ പ്ലെയിൻസ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ നദിയുടെ സൈഡിലായിട്ട് നമ്മൾ അലുവിയൽ പ്ലെയിൻസിന്റെ ഫോർമേഷനെ പറ്റി ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. സോ അത് വളരെയധികം ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. പിന്നെ ഡിസേർട്സ് ഇൻ ദ വെസ്റ്റ് ആൻഡ് സൗത്ത്. ഇതിന്റെ വെസ്റ്റേൺ സൈഡിലും സദേൺ സൗത്തിലും ഇവിടെ നമ്മൾ കണ്ടു സിറിയൻ ഡെസേർട്ട്. വെസ്റ്റേൺ സൈഡിലും സദേൺ സൈഡിലുമായിട്ട് ആരുണ്ട്? ഡെസേർട്ട് ഏരിയയാണ് നമ്മുടെ. പിന്നെ അതുപോലെ ഹൈലാൻഡ്സ് ഇൻ ദ നോർത്തിൽ ഏതാണ്? ഇവിടെ കുറച്ച് മൗണ്ടെയിൻസ് ഒക്കെ കാണുന്നുണ്ട്. നോർത്തിൽ എന്താണ്? ഇവിടെ സാഗ്രോസ് മൗണ്ടെയിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് മൗണ്ടെയിൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നോർത്തേൺ സൈഡിലാണ് ഈ മൗണ്ടെയിൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് എംറ്റീസ് ഇൻ ടു ദ പേർഷ്യൻ ഗൾഫ്. എന്നിട്ട് ഈ എവിടെയാണ് താഴെഭാഗത്ത് ആരാണ് നമ്മൾ കാണുന്നത്? പേർഷ്യൻ, അല്ലെങ്കിൽ ഈ നദിയൊക്കെ എവിടെ ചെന്നിട്ടാണ് ചേരുന്നത്? പേർഷ്യൻ ഗൾഫിലേക്ക് എന്നാണ് ചേരുന്നത്. നമുക്കൊരു ചോദ്യം പ്രെഡിക്റ്റ് ചെയ്യാം ജോഗ്രഫിയിൽ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. നോട്ടബ്ലി ഇറാഖ് ഫേസ്ഡ് ഇന്റർനാഷണൽ ഇന്റർവെൻഷൻ when it invaded Kuwait in 1990, leading to its defeat by a US-led coalition during the Persian Gulf War. President George W. Bush later demanded Saddam Hussein's departure from Iraq. നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് US എന്താണ് ചെയ്തത്? ആ സമയത്ത് സദാം ഹുസൈന്റെ സ്റ്റോറിയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. US കോൺഗ്രസ് ബാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? സദാം ഹുസൈനെ നമ്മൾക്കറിയാം തൂക്കിലേറ്റിയ കാര്യത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ചരിത്രത്തിൽ. എന്തുകൊണ്ടാണ് ഇറാഖ് ഫേസ്ഡ് ഇന്റർനാഷണൽ ഇന്റർവെൻഷൻ വെൻ ഇറ്റ് ഇൻവേഡഡ് കുവൈറ്റ്? 1990 കുവൈറ്റിനെ ഇൻവേഡ് ചെയ്തപ്പം ഇറാഖ് കുവൈറ്റിനെ ഇൻവേഡ് ചെയ്തു. കുവൈറ്റ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? സദേൺ സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പം കുവൈറ്റിനെ ഇൻവേഡ് ചെയ്തപ്പോഴത്തേനും ഇന്റർനാഷണലി അവർക്കെതിരെ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റഡ് ആയി. അപ്പം ലീഡിങ് ടു ഇറ്റ്സ് ഡിഫീറ്റ് ബൈ എ US-led coalition. പിന്നെ എപ്പോഴാണ് അവിടുന്ന് തുരത്തിയത്? കുവൈറ്റിൽ നിന്ന് ഇവരെ തുരത്തിയത് ആരാണ്? US-led coalition ഡ്യൂറിങ് ദ പേർഷ്യൻ ഗൾഫ് വാർ. എന്നിട്ട് ആരെ ഡിപ്പാർട്ട് ചെയ്തു അവിടുന്ന്? ഇറാഖിൽ നിന്ന് ആരെ ഡിപ്പാർട്ട് ചെയ്യാൻ ശ്രമിച്ചു? സദാം ഹുസൈനെ ഡിപ്പാർട്ട് ചെയ്യുന്ന കാര്യം ജോർജ് W. ബുഷ് ഡിമാൻഡ് ചെയ്തു. മനസ്സിലായോ? നമ്മൾ ഈ കുർദിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പദം ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഇറാഖി ഏരിയ കുർദിഷ് താഴെ കൊടുത്തിട്ടുണ്ട്. റെഫറിംഗ് ടു ദ കുർദിഷ് പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ നോർത്തേൺ ഇറാഖ്, ഇറാഖി Kurdistan and southern Kurdistan is recognized as one of the 4 segments constituting Kurdistan in Western Asia alongside parts of Turkey, Syria and Iran. നമ്മൾ ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ടേം ഇറാഖുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണം. അവിടെ കുർദിഷ് പോപ്പുലേഷൻ ആണ്, പോപ്പുലേറ്റഡ് റീജിയൻ ആണ് നമ്മുടെ ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്നത്. അത് ഇറാഖുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു ടേം. നമുക്ക് ഈ ന്യൂസിനകത്ത് എന്താണെന്ന് നോക്കാം. വൈ ഡിഡ് ഇറാൻ ക്യാരി ഔട്ട് strikes in Iraq, Syria and Pakistan? ഒരു സമ്മറി നോക്കാം. In December 2023, a police station in Iran's Sistan, ഇറാനിലുള്ള സ്ഥലമാണ് സിസ്താൻ എന്ന് പറയുന്നത്. In December 2023, a police station in Iran's Sistan, Baluchistan province, roughly 60 kilometers from Pakistani border, came under attack, which was claimed by Jaish al-Adl. Later, a senior advisor to Iran's elite Islamic Revolutionary Guard Corps was killed in the airstrike in the southern suburb of Damascus. അപ്പം ഡെമാസ്കസിലുള്ള ആദ്യം എന്ത് ചെയ്തു? ഒരു പാകിസ്ഥാനി ബോർഡറിന്റെ സമീപം ഒരു ജെയ്ഷ് അൽ അദിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് എന്ത് ചെയ്തു? പാകിസ്ഥാനി ബോർഡറിൽ അറ്റാക്ക് നടത്തി. ഇറാന്റെ ഇന്റർവെൻഷൻ ആയിരുന്നു. അപ്പം പാകിസ്ഥാനി ഇന്റർവെൻഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇറാന്റെ ഒരു ഹെഡായിരുന്നു, അതായത് ഇറാൻസ് എലൈറ്റ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഹെഡായിരുന്ന ഒരു സീനിയർ അഡ്വൈസർ കിൽഡായി. എവിടെയാണ്? സദേൺ സബബ് ഓഫ് ഡമാസ്കസിൽ ഇറാനിൽ തന്നെ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു.
ടെഹ്റാൻ ഇമ്മീഡിയറ്റ്ലി ബ്ലെയിംഡ് ഇസ്രായേൽ ഫോർ ദ സ്ട്രൈക്ക്. അതായത് ഈ പോലീസ് സ്റ്റേഷൻ ഇൻ ഇറാൻ സിസ്താൻ അവിടെ ഒരു അറ്റാക്ക് നടന്നു ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ്. അതായത് ടെററിസത്തിനെതിരെ നമ്മൾ എന്തിനാ ഇപ്പൊ ഇന്ത്യ ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുക? ഇന്ത്യ എന്തിനാ ഇറാനെ ബാക്ക് ചെയ്തത്? ഇന്ത്യയുടെ നയം എപ്പോഴും എന്താണ്? എഗൻസ്റ്റ് ടെററിസം. സോ ഇറാനിലെ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഇന്ത്യ എപ്പോഴും ഇന്ത്യ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാഗ്മാറ്റിക് സ്റ്റാൻഡ് ആയിരിക്കും, നമ്മുടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. അതിന് പ്രകാരം നമ്മൾ എന്തിനെതിരാണ്? ടെററിസത്തിനെതിരാണ്. സോ ഇറാനിലെ ഇപ്പൊ നമ്മൾ ഒരു ബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആണ് നടന്നത്. ജെയ്ഷ് അൽ അദൽ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ഇറാനിൽ അറ്റാക്ക് ഉണ്ടായത്. അപ്പൊ നമ്മൾ അവരെ ഓട്ടോമാറ്റിക്കലി ഇറാനെ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് ചെയ്യും. യെസ്. പിന്നെ അതുകൂടാതെ ഒരു സീനിയർ അഡ്വൈസർ ഇറാന്റെ എലൈറ്റ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഒരു സീനിയർ അഡ്വൈസർ കൊല്ലപ്പെടുകയും ചെയ്തു. ടെഹ്റാൻ, അതായത് ഇറാന്റെ ക്യാപിറ്റൽ, ഇറാൻ ആരെയാണ് അപ്പൊ ബ്ലെയിം ചെയ്തത്? ഇസ്രായേലിനെയാണ് ഈ സ്ട്രൈക്കിന് ബ്ലെയിം ചെയ്തത്, ഈ സ്ട്രൈക്ക് നടത്തിയതിന് ബ്ലെയിം ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻസ് ആണ് അവിടെ പോകുന്നത്? അല്ല. ആൻഡ് അത് എന്തുകൊണ്ടായിരിക്കും? ഈ ഇറാൻ എന്നൊക്കെ പറയുന്നത്, ഇറാൻ എന്ന് പറയുന്ന ഏരിയ ഒരു ഷിയ പോപ്പുലേറ്റഡ് ഏരിയ ആണ്, മറ്റൊരു സുന്നി പ്രൊവിൻസ് ആണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സുന്നി മുസ്ലിംസ് ആയിരിക്കും ആ ഏരിയാസിൽ കൂടുതൽ കാണുന്നത്. സോ ആ രീതിക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ രീതിക്കുള്ള കോൺഫ്ലിക്റ്റ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്. On January 3, 2024, a memorial event for General Qasem Soleimani, the Quds Force commander who was assassinated by the US in January 2020 in Kerman, in southeastern Iran, was hit by twin blasts, killing at least 94 people. The Islamic State Khorasan, ISK എന്ന് പറയും, the Afghanistan-based branch of Islamic State terrorist group, claimed responsibility for the attack. അപ്പം ഒരു ജനറലിനെ, അതായത് ജനറൽ ഖസീം സൊലൈമാനി, the Quds Force commander, was assassinated by the US. US ഇദ്ദേഹത്തിനെ എന്ത് ചെയ്തു? ഈ ഖുദ്സ് ഫോഴ്സ് കമാൻഡറിനെ അസാസിനേറ്റ് ചെയ്തു കർമനിൽ വെച്ച്. ഇൻ കർമൻ, ഇൻ സൗത്ത് ഈസ്റ്റേൺ, എവിടെയുള്ള സ്ഥലമാണ് ഈ കർമൻ എന്ന് പറയുന്നത്? സൗത്ത് ഈസ്റ്റേൺ ഇറാനിലുള്ള ഒരു സ്ഥലമാണ്. വാസ് ഹിറ്റ് ബൈ ട്വിൻ ബ്ലാസ്റ്റ്, കില്ലിംഗ് അറ്റ്ലീസ്റ്റ് 94 പീപ്പിൾ. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുത്തു എന്നാ പറയുന്നത്? ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ, അതായത് അഫ്ഗാനിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇത് പ്രിലിംസിലൊക്കെ ചോദിക്കും, ഈ ISK ഇതൊക്കെ, ഖൊറാസൻ ഇതൊക്കെ ഏത് സ്ഥലത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണെന്ന് ചോദിക്കും. ഇപ്പം ഹൗത്തി എന്ന് പറയുന്ന ടെററിസ്റ്റ്, അത് ഏത് ഭാഗത്തെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? യമൻ എന്ന് പറയും. അതുപോലെ ISK എവിടത്തെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഖൊറാസൻ എന്നൊക്കെ പറയുന്ന ഒരിടയ്ക്ക് ചോദിച്ച ISIL ഇത് ഏത് ഭാഗത്താണ്? മെഡിറ്ററേനിയന്റെ ടോപ്പിലാണോ എന്നൊരു പ്രിലിംസ് ബേസ്ഡ് ചോദ്യമായിട്ട് നമ്മുടെ പ്രിലിംസിൽ ചോദിച്ചായിരുന്നു. ISIL, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവന്റ് എന്ന. അപ്പം അതിന്റെ ഒരു ജോഗ്രഫി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ആൻസർ കൊടുക്കാൻ പറ്റും. അതോടെ മെഡിറ്ററേനിയന്റെ നോർത്തിലായിരുന്നു എന്നായിരുന്നു അതിന്റെ ഓപ്ഷൻ വന്നത്. അപ്പൊ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ചോദിക്കുക ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ. അപ്പൊ ഈ ഖൊറാസനും നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? ഇത് പൂർണ്ണമായിട്ടും നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിലെ ആയിട്ട് ബേസ് ആണ് ഈ ഖൊറാസൻ എന്ന് പറയുന്ന ടൈം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ ആണ് ഓട്ടോമാറ്റിക്കലി പ്രിലിംസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ISK ആണ് എന്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തത്? ആ ഒരു അസാസിനേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഇവിടെ ഇറാഖിന്റെ ഒരു ബൗണ്ടറി തന്നെയാണ്, നമ്മൾ തൊട്ടു മുന്നേ കണ്ടതാണ് ഇറാഖിന്റെ ബൗണ്ടറിയെ പറ്റി. അത് ഞാൻ കൂടുതൽ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഓൾ ദീസ് അറ്റാക്ക് took place after the Israel and Hamas broke out on, അതായത് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് ഇതെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ അറ്റാക്സ് എല്ലാം. ഇറാൻ ബാക്ക്ഡ് മിലിഷ്യാസ് ഇൻ ദ റീജിയൻ സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് US. ആൻഡ് നമുക്കറിയാം ഇറാനും US തമ്മിൽ നല്ലൊരു റിലേഷൻസിലല്ല പോകുന്നതെന്ന് നമുക്കറിയാം. ഇറാനും US തമ്മിലുള്ള ന്യൂക്ലിയർ ഡീലിനെ പറ്റി അറിയാം. നമ്മുടെ JCPOA, ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, ആ ഒരു എഗ്രിമെന്റിനെ പറ്റി നമുക്കറിയാം. അതൊക്കെ നമ്മൾ ന്യൂസിൽ സ്ഥിരം നമ്മൾ കാണുന്നതാണ്. നമുക്ക് സുബിൻ സാർ കൃത്യമായിട്ട് നമ്മൾ JCPOA പറ്റിയൊക്കെ ഉള്ള ക്ലാസ്സസ് നേരത്തെ എടുത്തിട്ടുള്ളതുമാണ്.
അപ്പം Iran-backed militias in the region started attacking US and Israel troops as well as commercial vessels. അപ്പം ഇറാൻ ആരെ അറ്റാക്ക് ചെയ്യാണെന്നാണ് പറയുന്നത്? സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് US and Israel troops as well as commercial vessels. As a regional crisis was spreading, Iran seemed vulnerable to growing security challenges. നമുക്കറിയാം ഈ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ ഇപ്പൊ എന്തായിക്കൊണ്ടിരിക്കുക? ഹൈലി വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുക. അതിനെ പറ്റിയാ പറയുന്നത്. ഇറാൻസ് റിട്ടാലിയേഷൻ. On January 15 to 16, Iran claimed to have carried out retaliatory strikes against the perpetrators of all these attacks. അപ്പം ഇറാൻ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. അതായത് ആർക്കെതിരെ? ഈ പറയുന്ന എല്ലാ പെർപെട്രേറ്റേഴ്സിനും എതിരെ, അതായത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെതിരെ എല്ലാം എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്യുക. ഫസ്റ്റ് ഇറ്റ് ലോഞ്ച്ഡ് മിസൈൽസ് ആൻഡ് കാമിക്കേസ് ഡ്രോൺസ് ഇൻടു എർബിൽ. നമുക്ക് ഈ കാമിക്കേസ് ഡ്രോൺസ് ഒക്കെ നമ്മളിപ്പോ ന്യൂസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഡ്രോൺസിനെ പറ്റിയൊക്കെ നമ്മൾ ന്യൂസിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പം ഇത് ആദ്യം എന്താ ചെയ്ത ഇറാൻ എന്ന് പറയുന്ന രാജ്യം? ഇറാൻ എന്താ ചെയ്ത? മിസൈൽസും കാമിക്കേസ് ഡ്രോൺസും ലോഞ്ച് ചെയ്തു ഇൻടു ദ എർബിൽ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. എർബിൽ എവിടെയാന്നാ പറഞ്ഞത്? ക്യാപിറ്റൽ ഓഫ് ഇറാഖ്സ് കുർദിസ്ഥാൻ. കുർദിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ്. ഇറാഖിന്റെ നോർത്തേൺ സൈഡിലെ കുർദിസ്ഥാൻ നമ്മൾ ഇവിടെ കണ്ടതാണ് മാപ്പിൽ, കുർദിസ്ഥാൻ. അപ്പം ഇവിടെയാണ് എർബിൽ വരുന്നത്. ഈ കുർദിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് എന്ത്? എർബിൽ എന്ന് പറയുന്നത്. അപ്പൊ എർബിലിലേക്ക് എന്ത് ചെയ്തു? മിസൈൽ ആൻഡ് കാമിക്കേസ് ഡ്രോണിന്റെ അറ്റാക്ക് നടത്തി. IRGC claimed that its attacks destroyed an espionage center of Mossad, Israel's external security agency. അപ്പം എന്താ പറയുന്നത്? ഇവര് എന്ത് തകർത്തു? മൊസാദ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഏജൻസിയാണ്. അപ്പം ആ സെക്യൂരിറ്റി ഏജൻസിയുടെ ഒരു ചാര സെന്റർ ഉണ്ടായിരുന്നു അവിടെ. ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന സെന്റർ. അത് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ഇറാൻ. ഇറാൻ ആർക്കെതിരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്? ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബാക്കി സിറിയക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? അവിടെ ടെററിസം പ്രൊമോട്ടഡ് ആവുകയാണ്. ആ ടെററിസം കൊണ്ട് ഇറാനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണെന്നാണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. On the same day, Iran launched at least 4 ballistic missiles into Syria's Idlib. സിറിയയിലുള്ള സ്ഥലമാണ് ഇദ്ലിബ് എന്ന് പറയുന്നത്. ഇദ്ലിബിലേക്ക് 4 ബാലിസ്റ്റിക് മിസൈൽസ് അയച്ചു എന്നാ പറയുന്നത്. The northwestern region controlled by jihadists and rebels. ഇവിടെ ജിഹാദിസ്റ്റും റിബൽസും കൂടുതലായിട്ട് വസിക്കുന്ന സ്ഥലമാണ് സിറിയയിലെ ഇദ്ലിബ് എന്ന് പറയുന്നത്. അവിടെയും ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ അറ്റാക്ക് ഇറാൻ കണ്ടക്ട് ചെയ്തു. ഇറാൻ സേസ് ദാറ്റ് ISK, നമ്മൾ തൊട്ടു മുന്നേ കണ്ടത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ jihadists who operate from Afghanistan's eastern province get training in Idlib. ഈ ഇദ്ലിബ് എന്ന് പറയുന്നത്, സിറിയയിലെ ഇദ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ISKയുടെ ജിഹാദിസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. അതുകൊണ്ടാണ് ഈ ഇദ്ലിബ് എന്ന് പറയുന്ന സ്ഥലം ആര് അറ്റാക്ക് ചെയ്തത്? നമ്മുടെ ഇറാൻ അറ്റാക്ക് ചെയ്തു. പിന്നെ പാകിസ്ഥാനിലുള്ള ബോർഡർ ടൗൺസ് ഇവർ അറ്റാക്ക് ചെയ്തു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കുറെ കാര്യം. ഇറ്റ് ഈസ് കോൾഡ് ദ ട്രെയിനിങ് സെന്റേഴ്സ് ഓഫ് ജെയ്ഷ് അൽ അദൽ. ഇതൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഇറ്റ് ഈസ് എ സുന്നി ഇസ്ലാമിക് ഗ്രൂപ്പ്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു സുന്നി ഷിയ കോൺഫ്ലിക്റ്റിനെ പറ്റി. അപ്പം ഇറ്റ് ഈസ് എ സുന്നി ഇസ്ലാമിക് ഗ്രൂപ്പ്. ഈ രാജ്യങ്ങളിലൊക്കെ ആരാ കൂടുതലുള്ള? സുന്നിയാണ്. ഇവരെ ഒരു സുന്നി ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണ്. ആരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്? ഈ ഷിയ ക്ലർജി കൂടുതലായിട്ട് താമസിക്കുന്ന ഇറാനിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് നടത്തുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ജെയ്ഷ് അൽ അദൽ എന്ന് പറയുന്നത്. ഇറാനിൽ ആരാണ് കൂടുതലായിട്ടുള്ള? ഷിയ ക്ലർജിയാണ്. ഇറാൻ കെയിം അണ്ടർ ഗ്രേറ്റ് പ്രഷർ ഫ്രം ദ ഗാസ വാർ broke out between Hamas, which gets support from Tehran, and Israel, its main rival in West Asia. അപ്പം ഇറാൻ കം അണ്ടർ ഗ്രേറ്റ് പ്രഷർ ആഫ്റ്റർ ഗാസ വാർ. ഗാസ വാർ തുടങ്ങി കഴിഞ്ഞപ്പം ആർക്ക് കൂടുതൽ പ്രഷർ വന്നു? ഇറാനിന് വന്നു. വിച്ച് ഗെറ്റ് സപ്പോർട്ട് ഫ്രം ടെഹ്റാൻ. ഈ ടെഹ്റാനിൽ നിന്നും കുറെ സപ്പോർട്ട് ആർക്ക് പോകുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന ഈ ഗാസ വാറിലേക്ക് പോകുന്നുണ്ട്. Houthis, another Iran-backed Shia militia, Houthis are also being attacked by the US and UK after they targeted commercial vessels in the
റെഡ് സി, ഹൗദീസ് എന്ന് പറയുന്ന ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരു ഷിയ മിലിഷ്യ തന്നെയാണ്. ഇറാൻ ബാക്ക് ചെയ്യുന്ന ഷിയ മിലിഷ്യയാണ്. നമ്മൾ യമന്റെ ഒക്കെ ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ചേർത്ത് വായിക്കും. ഹൗതീസ് എന്ന് പറയുന്നത് ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരു ഷിയ മിലിഷ്യയാണ്. അവരും ഇപ്പൊ അറ്റാക്കിലാണ്. നമ്മുടെ അടുത്ത ന്യൂസസ് അതാണ്. ഇപ്പൊ നമ്മൾ ഹൗദീസിന്റെ അറ്റാക്കിനെ പറ്റി നമ്മൾ കേൾക്കുന്നതാണ്. ബൈ ദ US ആൻഡ് UK ആഫ്റ്റർ ദേ ടാർഗറ്റഡ് ദ അതായത് US-ഉം UK വെസൽസിനൊക്കെ എതിരെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെസൽസിനെ ടാർഗറ്റ് ചെയ്ത് ഈ ഹൗദീസ് റെഡ് സീയിലൊക്കെ അറ്റാക്ക് നടക്കുന്നതിനെ പറ്റി ഇപ്പൊ ന്യൂസിലുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗത്തും ഇറാനെതിരെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇറാനെതിരെ വരുന്നുണ്ട് ഫ്രം ദ ഗ്ലോബൽ വേൾഡ്. ബൈ ക്യാരിങ് ഔട്ട് മൾട്ടിപ്പിൾ സ്ട്രൈക്സ് ഇൻ 3 geographies, Iran seems to be flexing its military muscles. Iran also seeks to assure its people that the government can act assertively to ensure security of the Islamic Republic. Iran also seeks to assure its people that the government can act assertively to ensure security of the ഇസ്ലാമിക് റിപ്പബ്ലിക്. അപ്പം ഇറാന്റെ ഭാഗത്ത് ഒരു കാര്യമായ ഒരു ഇടപെടൽ ആവശ്യമാണ് ഈ കേസിൽ. നമ്മളൊരു സൊല്യൂഷൻ നടക്കുമ്പം എപ്പോഴും നമ്മൾ ഡിപ്ലോമാറ്റിക്കലി വേണം ഇതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് കോൺഫ്ലിക്റ്റ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് നെഗോഷിയേറ്റർ ആയിട്ട് വരുന്ന ആരായിരിക്കും? ഇറാൻ അവിടെ വരും. ഇപ്പൊ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ജസ്റ്റ് വീക്സ് ബിഫോർ ദ October 7 attack, Jake Sullivan, the US National Security Advisor, had said the Middle East is quieter today than it has been in 2 decades. അതായത് നമ്മളൊരു മെയിൻസിന്റെ ഒക്കെ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇവർ പറയുന്നത് കോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മിഡിൽ ഈസ്റ്റും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതായത് IR GS2-നകത്ത് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഇത് പറഞ്ഞേക്കുന്നതിന് ജെയ്ക്ക് സളിവൻ എന്ന് പറയുന്ന അതായത് US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് എന്താ പറഞ്ഞത്? മിഡിൽ ഈസ്റ്റ് ഈസ് ക്വയറ്റർ ടുഡേ ദാൻ ഇറ്റ് ഹാസ് ബീൻ 2 decades. അതായത് 2 പതിറ്റാണ്ടുകൾ മുൻപ് എങ്ങനെയായിരുന്നു മിഡിൽ ഈസ്റ്റ്, അതിലും ഇപ്പൊ ക്വയറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ സമാധാനപ്രിയരായിട്ടുണ്ട്, അല്ലെങ്കിൽ സമാധാനം ഉണ്ട് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ എന്ന് പറയാം. കാരണം എന്തൊക്കെയാ? ദ അബ്രഹാം അക്കോർഡ്സ് വെർ ഓൺ സ്ട്രോങ് ഫൂട്ടിംഗ് ആൻഡ് സൗദി അറേബ്യ ആൻഡ് ഇസ്രായേൽ വെർ മൂവിംഗ് ക്ലോസർ ടുവേർഡ്സ് നോർമലൈസേഷൻ. ഇപ്പൊ നമുക്കറിയാം സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ തമ്മിൽ ഒരു നോർമലൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ അബ്രഹാം അക്കോർഡ്സിനെ പറ്റി നമ്മൾ ന്യൂസിൽ എപ്പോഴും നമ്മൾ വായിക്കുന്നത് എന്താ അബ്രഹാം അക്കോർഡ്സ് എന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു. അതായത് ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഏത് രാജ്യമാണെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അബ്രഹാം അക്കോർഡ്സിനെ പറ്റി നിരവധി ന്യൂസ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ വെച്ച് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അബ്രഹാം അക്കോർഡ്സ് ഇസ്രായേലും ആരൊക്കെയായിട്ടാണ് നടത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ് ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അബ്രഹാം അക്കോർഡ്സ് വെർ ഓൺ എ സ്ട്രോങ് footing and Saudi Arabia and Israel were moving closer towards നോർമലൈസേഷൻ. അങ്ങനെ ഈ വെസ്റ്റേൺ വേൾഡ് ഇസ്രായേലിനെ അംഗീകരിച്ചു. അപ്പം ഇസ്രായേലിനൊരു അവിടെ ഒരു സ്റ്റെബിലിറ്റി, ആ വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുത്ത റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു അക്കോർഡാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. Most of these changes, however, ignored the oldest crisis in the region, Israel's continuing occupation of the Palestinian territories. After 100 days of war with Hamas, Israel has achieved little in Gaza. അപ്പം ഇസ്രായേൽ എങ്ങനെയാണോ ഇപ്പം ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ നമുക്കറിയാം ഇസ്രായേൽ വളരെയധികം അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് പാലസ്തീനും അതേപടി പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അവസാനം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതിന് ആഫ്റ്റർ 100 days of war with Hamas, Israel has achieved little in Gaza. അപ്പം ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ എടുത്താൽ മതി. കാര്യമായ ഒരു അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നമുക്ക് ഓരോ ടൈം ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. Even though Iran wants to showcase strength and boldness, it cannot mask its inherent weakness, which also makes it unpredictable. West Asia needs a new security equilibrium.
there has to be an immediate ceasefire in the Gaza. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഒരു immediate ceasefire വേണം ഗാസയിൽ, and peace between Israel and Palestinians could be used as a springboard for further talks aimed at regional security between the main stakeholders. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ തമ്മിൽ റീജിയണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ബേസ്ഡ് ടോക്സ് ഉണ്ടാവണം. ഇവരുടെയൊക്കെ ഒരു മൾട്ടിലാറ്ററൽ ഒരു കോപ്പറേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനെ നൈസ് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, നൈസായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്രായേൽ, അറബ് നേഷൻസ്, ഇറാൻ, US ആൻഡ് റെസ്പെക്റ്റീവ് അലൈസ് ആൻഡ് പ്രോക്സീസ്, ഇവരൊക്കെ ആയിട്ടൊരു കൊളാബറേഷൻ ഉണ്ടായാൽ മാത്രമേ ഇത് ജോയിന്റ് ആയിട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അടുത്ത ഒരു ആർട്ടിക്കിൾ ആയിരുന്നു എ സെർച്ച് ഫോർ ഡിറ്ററൻസ് ഇൻ ദ റെഡ് സീ. നമ്മൾ ഇതും ഇപ്പൊ തൊട്ട് മുന്നത്തെ കാര്യങ്ങളും നമുക്ക് ചേർത്ത് വായിക്കാം. ഇപ്പൊ ഹൗദി റിബൽസിനെ ഒക്കെ വെച്ചിട്ടുള്ള ആർട്ടിക്കിൾ, ഹൗദി റിബൽസ് ബേസ്ഡ് ഇൻ യമൻ, ഇറാൻ ബാക്കിംഗ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇറാൻ ബാക്കിംഗ് കൊടുക്കുന്നുണ്ട്, ഷിയ ബേസ്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതുമായിട്ട് ചേർത്ത് ഈ ആർട്ടിക്കിളും കൂടെ നമുക്കൊന്ന് നോക്കാം. IR വരുന്ന GS2 വരുന്ന പൊളിറ്റിക്കകത്ത് വരുന്നതാണ്. റെഡ് സീ എന്ന് പറയുന്നത് നമുക്ക് GS1 ജോഗ്രഫി ആയിട്ട് റിലേറ്റഡ് ആണ്, സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്, ട്രേഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെഡ് സീ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രിലിംസിലും റെഡ് സീയുടെ ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാവുന്നതാണ്. എ സെർച്ച് ഫോർ ഡിറ്ററൻസ് ഇൻ ദ റെഡ് സീ. എൻ്റെ ഒരു സമ്മറി നമുക്ക് എന്താണെന്ന് നോക്കാം. ഹൗദി റിബൽസ് ബേസ്ഡ് ഇൻ യമൻ ഇൻ റെസ്പോൺസ് ടു ദ ഇസ്രായേലി അറ്റാക്സ് ആൻഡ് ദ ബോംബിംഗ് ഓഫ് ഗാസ ഹാവ് ബീൻ അറ്റാക്കിംഗ് മെർച്ചന്റ് ഷിപ്പിംഗ് യൂസിംഗ് ദ റെഡ് സീ റൂട്ട്. നമ്മൾ ഇപ്പൊ തൊട്ടു മുന്നേ പറഞ്ഞു ഹൗദി റിബൽസ് എന്ത് ചെയ്തു, മെർച്ചന്റ് ഷിപ്സിനെ ഒക്കെ റെഡ് സീയിൽ അറ്റാക്ക് ചെയ്തു. ഇൻ എ ന്യൂ ഡെവലപ്മെന്റ്, ദ US ഫ്രം മിഡ് ഫെബ്രുവരി വിൽ കൺസിഡർ ദ ഹൗദി എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ഗ്രൂപ്പ്. അങ്ങനെ അവരെ എന്താക്കി, US എന്തായിട്ട് ഡിക്ലെയർ ചെയ്തു, എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്തു. ഇത് പ്രിലിംസിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, മെയിൻസിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാം GS2. The situation in the Red Sea is growing in complexity and impact on trade is a growing concern. What is of greater concern is the modern weaponry being used and the inability of nations, both allies and strategic partners, to work together as a team, despite the substantial presence of maritime forces. ഇത്രയും ഫോഴ്സസ് ഉണ്ട് ഇവിടെ, ഒരു ഗ്ലോബൽ പീസ് ഉണ്ടാക്കാൻ ഫോഴ്സസ് ഉണ്ട്. സ്റ്റിൽ ഇവിടെ എന്താണ്, ചില ഒരു ഇന്നബിലിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഗ്രേറ്റർ കൺസേൺ ആണ്. ഈ മോഡേൺ വെപ്പണറി യൂസ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോഴത്തേനും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി, ഇത്രയും ഫോഴ്സസ് ഉണ്ടായിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ലാത്ത ഒരു ഗ്രേറ്റർ കൺസേൺ. ഇറ്റ് ഈസ് വൈസ് ടു റീകോൾ ദാറ്റ് ദ എഫേർട്സ് ടു കോംബാറ്റ് പൈറസി took years to take effect. The delayed international response had provided the pirates with time to adapt to modern technologies and adopt tactics such as hijacking ships and using their mother home ships. അപ്പം ഇന്റർനാഷണൽ റെസ്പോൺസ് ഡിലേ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് പുതിയ ടെക്നോളജീസുമായിട്ട്, അതായത് ഈ പൈറേറ്റ്സ് കൊള്ളക്കാർക്ക് എന്താ പുതിയ ടെക്നോളജീസുമായിട്ട് അഡാപ്റ്റ് ആവാനും ഷിപ്പിനെയൊക്കെ ഹൈജാക്ക് ചെയ്യാനുള്ള പുതിയ ടാക്ടിക്സ് കണ്ടുപിടിക്കാനും ഒക്കെ സമയം കിട്ടും. അതിനു മുന്നേ എന്നാ ചെയ്യണം, ഒരു ഗ്ലോബൽ റെസ്പോൺസ് ഇതിലേക്ക് ജോയിന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ്. The same impacts are re-emerging with similar operational limitations as hijacked ships that could be used by the Houthis as mother ships to launch attacks, and the presence of hostages on board would limit any hard power response to neutralize the threat. State support to Houthis make things more complicated, which in this case points to Iran and perhaps China. സ്റ്റേറ്റ് സപ്പോർട്ടും കൂടെ കിട്ടുമ്പോൾ, ഹൗദീസിന് സ്റ്റേറ്റ് സപ്പോർട്ടും കൂടെ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു സീൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് പറയുന്നത്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ലോഞ്ച്ഡ് ബൈ ദ US ഹാസ് സീൻ എ ലാക്ലസ്റ്റർ റെസ്പോൺസ് ഫ്രം അലൈസ് ആൻഡ് സ്ട്രാറ്റജിക് പാർട്ണർ. അതായത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ US ലോഞ്ച് ചെയ്തിരുന്നു ഇതിനെതിരെ, ഈ ഒരു റിബൽ അറ്റാക്സിനെതിരെ. അപ്പം അത് സ്റ്റിൽ അത് ഉണ്ടായിട്ട് പോലും സ്റ്റിൽ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുന്നില്ല, ഇതിനൊരു സൊല്യൂഷൻ ആവുന്നില്ല. അതിന്റെ കാര്യം പറയുന്നത്, അതിന്റെ ഒരു ലെസ്റ്റർ, അതിന്റെ ഒരു പകിട്ട് കുറഞ്ഞു. This does not instill much confidence in the ability of US to drive international cooperative mechanisms to address situations that demand the use of hard power. നമുക്കറിയാം ഹാർഡ് പവർ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ US-ന് ഒരു അവിടെ ഒരു സ്ട്രോങ് ഹോൾഡ് എപ്പോഴും ഇന്റർനാഷണൽ അറീനയിൽ കിട്ടാറുണ്ട്. അതായത് ഒരു കോപ്പറേറ്റീവ് എഗ്രിമെന്റ് ഒക്കെ വരുമ്പോൾ US-നെ നമ്മളൊരു പ്രൊമിനന്റ് റോള് കൊടുക്കുന്നുണ്ട് ലോകം ഇപ്പോഴും ചില സമയങ്ങൾ.
അപ്പം അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. യുഎസിനൊരു സ്ട്രോങ് ഹോൾഡ് എപ്പോഴും നമ്മൾ ഗ്ലോബൽ അരീനയിൽ കൊടുക്കാറുണ്ട്. അപ്പം ഇപ്പം യുഎസിന് ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് മെക്കാനിസംസ് ഒന്നും ഉണ്ടോ ഈ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് മെക്കാനിസം ഒക്കെ യുഎസ് ലോഞ്ച് ചെയ്തിട്ട് പോലും അത് ഒരു നല്ലൊരു റെസ്പോൺസ് അതിന്റെ അലൈസിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം യുഎസിലുള്ള കോൺഫിഡൻസും കൂടെ ആളുകളുടെ നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത്. Out of the 9 nations mentioned initially as part of this operation, 3, France, Italy, and Spain declined to be the part of operation. അതായത് ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കോപ്പറേഷനിൽ അത് പിന്നീട് ഓപ്പറേഷണൽ ആയില്ല. അവർ അതിൽ നിന്ന് പിൻവാങ്ങി. ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഒന്നും ആ ഇതിൽ നിന്ന് മാറിയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. സൗദി അറേബ്യ ഹാസ് നോട്ട് ജോയിൻഡ് ദ ഓപ്പറേഷൻ. Perhaps to avoid negative impacts on the Saudi-led negotiations on ending the ongoing war in Yemen. സൗദി ഓൺഗോയിങ് വാർ, യമനിൽ നടക്കുന്ന ഓൺഗോയിങ് വാർ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് നടത്താൻ വേണ്ടി. അപ്പം സൗദി ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുമ്പോൾ അത് അവർക്ക് കൂടുതൽ എതിർപ്പുണ്ടാക്കും. അതുകൊണ്ട് സൗദി അതിൽ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തില്ല ഈ റിബൽസിനെതിരെ പറയുന്ന കാര്യങ്ങൾ. ആൻഡ് ദ റീസെന്റ് എൻഡ്യൂവേഴ്സ് ടു ഇംപ്രൂവ് റിലേഷൻസ് വിത്ത് ഇറാൻ. നമുക്കറിയാം സൗദി ഇറാൻ റിലേഷൻസും ഇപ്പം നന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സൗദി ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ, അതായത് ഈ എഗ്രിമെന്റിൽ ജോയിൻ ചെയ്യാൻ, ഈ ഒരു ഒരു മെക്കാനിസത്തിൽ, ഈ ഒരു കോപ്പറേറ്റീവ് മെക്കാനിസത്തിൽ ജോയിൻ ചെയ്യാതെ. ഇന്ത്യ വിച്ച് ഹാഡ് ജോയിൻ ദ CMF കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസ്, ഈ ഒരു ഇതിനകത്ത് ഒരു അസോസിയേറ്റീവ് പാർട്ട്ണർ ആയിട്ട് ജോയിൻ ചെയ്തിരുന്നു CMF എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിൽ 2022 ആൻഡ് വാസ് അപ്ഗ്രേഡഡ് ടു ഫുൾ മെമ്പർ ഇൻ November 2023. ഈസ് ഓൾസോ ഓപ്പറേറ്റിംഗ് ഇൻഡിപെൻഡന്റ്. ഇന്ത്യ എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് ആണ് എടുക്കുന്നത്. ഇന്ത്യ ഈസ് സ്റ്റാൻഡിംഗ് ഓൺ ഇറ്റ്സ് ഫുട്ട്. ദിസ് കുഡ് ബി ഡ്യൂ ടു India-Iran relations despite the stoppage of oil imports based on US insistence. അതെന്തുകൊണ്ടായിരിക്കും? ഇന്ത്യ-ഇറാൻ റിലേഷൻസിനെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഓയിൽ ഇമ്പോർട്ട്സ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക US-ന്റെ ഇൻസിസ്റ്റൻസ് ഉണ്ടായപ്പം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇറാനും US-ഉം തമ്മിലുള്ള ന്യൂക്ലിയർ ഡീലിൽ നിന്ന് ഇറാനെ പിൻവാങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ US അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയ ടൈമിൽ ഇറാൻ അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് JCPOA എന്നൊക്കെ പുറത്തു പോയ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സാങ്ഷൻസ് വന്നു ഇറാനെതിരെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇറാനുമായിട്ട് ഓയിൽ പർച്ചേസിങ്ങിനെ അത് ബാധിച്ചു. അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനും കൂടെയാണ് ഈ ഹൗദീസ് എന്നൊക്കെ പറയാം. അപ്പം ഒരു സ്റ്റേറ്റ് സപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. The Houthis are clearly taking advantage of this division and seem to be questioning the status of the US as a global dominant nation. Therefore, there is a need to stop the supply of weaponry. However, Yemen is not Libya, Iraq, Afghanistan, and globally there is a lot more at stake. കുറെ കാര്യങ്ങളുടെ നമ്മൾ ഇംപ്രൂവ്മെന്റിന് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ഹൗദീസ് ഇതിന്റെയൊക്കെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാക്കിയുള്ളവര് സ്റ്റാൻഡ് എടുക്കുന്നതുകൊണ്ട് അതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് ആരെടുക്കാണ്? ഹൗദീസ് എടുക്കാണ്. ഫർദർ ആക്ഷൻസ് നീഡ് ടു ബി ആക്സസ് ടു അവോയ്ഡ് എ സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റ് കൺഫ്രണ്ടേഷൻ ആസ് വെൽ ആസ് lending legitimacy to the Houthis being seen as a state actor. അപ്പം ഇനി ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ എന്ത് സംഭവിക്കും? ഇവരൊക്കെ തമ്മിലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നെഗോസിയേഷൻസ് സംഭവിച്ചാൽ മാത്രമേ, ഇപ്പം സ്റ്റേറ്റ് ബാക്കിംഗ് ഒക്കെ കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റുള്ളൂ. ഇതിനെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊരു കോപ്പറേറ്റീവ് മെക്കാനിസത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ, ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗ്ലോബൽ മെക്കാനിസത്തിലേക്ക്. ഇതൊക്കെയായിരുന്നു മെയിൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു 2-3 ആർട്ടിക്കിൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നമുക്കറിയാം പ്രിലിംസിൽ എവിടെയൊക്കെയാണ് വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയുന്നത്, ഗ്രൗണ്ട് വാട്ടറിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രിലിംസിൽ വന്നിരുന്നു. വില്ലേജ് ഏരിയസിൽ ചിലയിടങ്ങളിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയുന്നതിനെ പറ്റി. അതൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചാൽ പ്രിലിംസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ റെയിൻഫോൾ റൈസിങ് ഇൻ ഓവർ ഹാഫ് ഓഫ് ഇന്ത്യസ് സബ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അതായത് റെയിൻഫോൾ റൈസിങ് ഇൻ ഓവർ ഹാഫ് ഓഫ് ദ ഇന്ത്യസ് സബ് ഡിസ്ട്രിക്ട്. ഈ ഒരു ആർട്ടിക്കിൾ അതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാം. ഇത് വലിയൊരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് പറയാനില്ല, നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഒരു സെർട്ടിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. സെർട്ടിന് നിങ്ങൾക്ക് അറിയാം എന്താണ് സെർട്ടിൻ? സെർട്ടിന്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.
സെർട്ടിൻ ആരാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി, ഇത് GS3 കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് കുറച്ച് വൾണറബിലിറ്റീസ് എക്സ്പോസ് ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റീവ് അഫയേഴ്സ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കുറച്ച് ചില സൈറ്റുകളിലൊക്കെ വൾണറബിലിറ്റീസ് കമ്പനീസിനെയൊക്കെ എക്സ്പോസ് ചെയ്തിരുന്നു. അപ്പൊ അതിപ്പോഴാണ് 11 മാസം എടുത്തിട്ടാണ് സോൾവ് ചെയ്തത്. അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ ആർട്ടിക്കിൾ ആണ്. സെർട്ടൈൻ ടേക്സ് ഓവർ 11 months ടു പ്ലഗ് വൾണറബിലിറ്റീസ് എക്സ്പോസിങ് പേഴ്സണൽ ഡാറ്റ. ചില ആളുടെ പേഴ്സണൽ ഡാറ്റ പബ്ലിസൈസ് ചെയ്ത സമയത്ത്, പബ്ലിക്കലി റിവീൽഡ് ആയപ്പോഴത്തേന് അതിന്റെ ആ വൾണറബിലിറ്റീസ് ടാക്കിൾ ചെയ്യാൻ ഇപ്പം ഒരു 11 മാസം എടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രശ്നം. സെർട്ടൈൻ, ഞാൻ വേണമെങ്കിൽ ഫുൾ ഫോം പറയാം, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നാണ് സെർട്ടൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് സെർട്ടൈനെ പറ്റി. സെർട്ടിൻ അതുപോലെ എത്ര ടൈമിനുള്ളിൽ നമ്മൾ കേസുകളൊക്കെ ഫയൽ ചെയ്യണമെന്ന് നമ്മൾ അടുത്തിടെയൊക്കെ ന്യൂസിൽ കണ്ടതാണ്. അതൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻസിൽ GS3 സൈബർ സെക്യൂരിറ്റിയിലും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു സൈബർ ക്രൈം ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ന്യൂസിലൊക്കെ നേരത്തെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക. ഓവർ ഹാഫ് ഓഫ് യൂത്ത് സ്ട്രഗ്ലിംഗ് വിത്ത് ബേസിക് മാത്സ്, അതായത് എസ്സർ സ്റ്റഡി, ഒരു പ്രിതം എന്ന് പറയുന്ന ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആണ്, ഒരു NGO ആണ്. അവര് റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് എസ്സർ എന്ന് പറയുന്നത്, ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് തന്നെയാണ് ഓവർ ഹാഫ് ഓഫ് യൂത്ത് സ്ട്രഗ്ലിംഗ് വിത്ത് ബേസിക് മാത്സ്. പകുതിയോളം യൂത്ത് എന്തിന് സ്ട്രഗിൾ ചെയ്യാന്ന്, ബേസിക് മാത്സ് അറിയത്തില്ല, സ്ട്രഗിൾ ചെയ്യാന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇത് നിങ്ങൾക്ക് ഇതിൽ വിലയിരുത്താൻ കൂടുതലായിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ്. അതുമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചാൽ മതി. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു പ്രിലിംസ് ആംഗിളിൽ ആര് റിലീസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്റ്റാറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷന്റെ ഇതിനകത്ത് കോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെ ഇട്ടതാണ്. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് 2 ആർട്ടിക്കിൾ ആയിരുന്നു നമുക്ക് വിലയിരുത്താനുള്ളത്. അത് നമ്മൾ അനലൈസ് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ കുറെയൊക്കെ കണ്ടിന്യൂവേഷൻ ആണ്. ഒരു ചൈന തായ്വാൻ കോൺഫ്ലിക്റ്റിനെ പറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ഥിരം ന്യൂസിൽ കാണുന്നതാണ്. അത് പുതിയ ടേക്ക് അവേസ് ഒക്കെ ഒന്നും കാര്യമായി ഇല്ലായിരുന്നു. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതിയാവും. സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.